Hello everyone, welcome back to the program. നമ്മൾ ഓൾറെഡി ലിസ്ണിങ്ങും റീഡിങ്ങും കവർ ചെയ്ത് കഴിഞ്ഞു. ഏകദേശം ഒരു ഐഡിയ കിട്ടിയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ സ്പീക്കിങ്ങിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. IELTS സ്പീക്കിംഗ് മൊഡ്യൂൾ. സ്പീക്കിംഗ് മൊഡ്യൂൾ ഏകദേശം എല്ലാവർക്കും ഒരു ചെറിയൊരു പേടിയോ അല്ലെ ഹെസിറ്റേഷനൊക്കെ ഉള്ളൊരു മൊഡ്യൂളാണ്. കാരണം നമ്മൾ ഇംഗ്ലീഷ് യൂസ് ചെയ്യാറില്ല, വളരെ റെയറായിട്ട് യൂസ് ചെയ്യുന്നതാണ് സ്പോക്കൺ പാർട്ട്. അതുകൊണ്ട് തന്നെയാണ് പേടിയുള്ളത് ഈ ഒരു മൊഡ്യൂളിനെ കുറിച്ച്. പക്ഷേ വളരെ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ് IELTS സ്പീക്കിംഗ്. ഇതിന് കാരണമുണ്ട്. IELTS എക്സാമിനേഴ്സ്, സ്പീക്കിംഗ് എക്സാമിനേഴ്സ് ഒരിക്കലും ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല. അവർ ടെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ഇംഗ്ലീഷിൽ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ജനറൽ ലൈഫ് കോണ്ടെക്സ്റ്റിലാണ് ആ ക്വസ്റ്റ്യൻസ് എല്ലാം വരിക. അപ്പം ഇതിന് 3 സെക്ഷനായിട്ടാണ് സ്പീക്കിംഗ് ഇൻ്റർവ്യൂ എന്നാണ് പറയുക. ഈ ഇൻ്റർവ്യൂ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സെക്ഷൻ 1 അല്ലെങ്കിൽ പാർട്ട് 1 ഇൻട്രൊഡക്ഷൻ, ഓക്കെ. പാർട്ട് 2 ക്യൂ കാർഡ്, പാർട്ട് 3 ഡിസ്കഷൻ അല്ലെങ്കിൽ ക്രോസ് ക്വസ്റ്റ്യനിങ്, ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെ പറയാറുണ്ട് പാർട്ട് 3. സോ പാർട്ട് 1 ഇൻട്രൊഡക്ഷൻ, പാർട്ട് 2 ക്യൂ കാർഡ്, പാർട്ട് 3 ഡിസ്കഷൻ ഓർ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ്. എന്താണ് ഇൻട്രൊഡക്ഷൻ? സാധാരണ നമ്മളൊരു ഇൻ്റർവ്യൂവിനൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ പറയും, ഓക്കെ, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ഒരു ജോബ് ഇൻ്റർവ്യൂവിന് പോയാൽ ആദ്യമേ എല്ലാവരും ടെൽ മീ സംതിങ് അബൌട്ട് യുവർ സെൽഫ് എന്നൊക്കെയാണ് പറയാറ്. പക്ഷേ IELTS എക്സാമിനേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ ഒരു ഫിക്സ്ഡ് മെത്തേഡാണ്. വാട്ട്സ് യുവർ ഫുൾ നെയിം, പിന്നെ ഹൗ ക്യാൻ ഐ കോൾ യു. ഈ 2 ക്വസ്റ്റ്യൻസ് കമ്പൽസറി ആണ്. അങ്ങനെയാണ് അവർ IELTS സ്പീക്കിംഗ് എക്സാം ബിഗിൻ ചെയ്യുക. പിന്നെ ഇൻട്രൊഡക്ടറി പാർട്ടിൽ എന്താണ് ചോദിക്കാൻ, അതായത് ഇൻട്രൊഡക്ടറി പാർട്ട് അവർ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഗെറ്റ് സം ഇൻഫർമേഷൻ അബൌട്ട് യു. നിങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൊടുത്ത് അവരൊന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ഓവർവ്യൂ നിങ്ങളെക്കുറിച്ച് കിട്ടുക എന്നുള്ളതാണ്. അപ്പം അവരുടെ ഒരു ഇത് നിങ്ങളുടെ ഡീറ്റെയിൽസ് അറിഞ്ഞത് കൊണ്ടൊന്നും ഒരു ഇതുമില്ല. പക്ഷെ അവർ നിങ്ങളോട് ഈ ഡീറ്റെയിൽസ് ചോദിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവർ അസസ് ചെയ്യുന്നത് നിങ്ങളുടെ ലാംഗ്വേജിനാണ്. ഓക്കെ, ഹൗ ഗുഡ് ഈസ് യുവർ കമ്മ്യൂണിക്കേഷൻ, ഹൗ ഇഫക്റ്റീവ് ഈസ് യുവർ കമ്മ്യൂണിക്കേഷൻ, അതാണ് അവരെ ചെക്ക് ചെയ്യുക. അപ്പം ഈ ഇൻട്രൊഡക്ടറി പാർട്ടിലും ടോപ്പിക്സ് ഉണ്ട്. മേജർ ടോപ്പിക്സ് ഇതുപോലെ, അതായത് ഹോം ടൗൺ അല്ലെങ്കിൽ ഹോബീസ്, യുവർ ഏരിയ ഓഫ് സ്റ്റഡീസ് ഓർ ഏരിയ ഓഫ് വർക്ക്, പിന്നെ അബൌട്ട് യുവർ സ്കൂൾ, അബൌട്ട് യുവർ കോളേജ്, അബൌട്ട് ദ കോഴ്സസ് യു ലൈക്ക്, ഡിസ്ലൈക്ക്, അബൌട്ട് വെദർ കണ്ടീഷൻസ്, അബൌട്ട് ഫെസ്റ്റിവൽസ്, പിന്നെ അബൌട്ട് യുവർ ചൈൽഡ്ഹുഡ്, അബൌട്ട് യുവർ പ്രസൻറ്റ് ലൈഫ്. ഇതൊക്കെ ആയിരിക്കും മെയിനായിട്ട് കവർ ചെയ്യുക. പിന്നെ വിയർഡ് ടോപ്പിക്സും ഉണ്ട്. ഫോർ എക്സാമ്പിൾ മിററിനെ ഒരു കണ്ണാടി. പിന്നെ വി ഓൾസോ ഹാവ് ടോപ്പിക്സ് ലൈക്ക് ഓപ്പൺ സ്കൈ, പിന്നെ അബൌട്ട് ഡാൻസ്, ട്രാവൽ, അബൌട്ട് ട്രാഫിക്, വെഹിക്കിൾ. അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്സ് ആണ് സാധാരണഗതിയിൽ വരാറ്. പിന്നെ റെയറായിട്ട് മാത്രമേ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ടോപ്പിക്സ് ഇൻട്രൊഡക്ടറി പാർട്ടിൽ വരാറുള്ളൂ, വളരെ റെയറായിട്ട്. അപ്പോൾ ഇതിനൊക്കെയാണ് ഇൻട്രൊഡക്ടറി പാർട്ടിൽ കവർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഞാൻ കുറച്ച് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് തരാം. അത് നിങ്ങൾക്ക് ഓക്കെ, ലെറ്റ് മീ സേ ഫ്രൂട്ട്സ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് വരാം, വിച്ച് ഇസ് യുവർ ഫേവറേറ്റ് ഫ്രൂട്ട്, വൈ ഡു യു ലൈക്ക് ദാറ്റ് ഫ്രൂട്ട്, ആൻഡ് ഇസ് ഇറ്റ് വെരി കോമൺ ഇൻ യുവർ ഹോം ടൗൺ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ലെറ്റ്സ് സേ മിറർ. How many times in a day do you look at the mirror? And how many mirrors are there at your home? Who do you think look at mirror more? Is it women or men? ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണഗതിയിൽ ഇൻട്രൊഡക്ഷനിൽ വരാറുള്ളത്. അപ്പം ഓക്കെ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഫ്രീ ടൈം or leisure time. What do you like to do in your leisure time? And why do you do that? And how long have you been doing it? Well, how do youngsters in your country generally spend their leisure time? ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇൻട്രൊഡക്ഷനിൽ വരാറ്.
അപ്പം ഡിഫിക്കൽട്ട് അല്ല, വളരെ കാഷ്വലായിട്ട് അതിന് ആൻസർ ചെയ്യുക. പിന്നെ രണ്ടാമത്തെ പാർട്ടാണ് ക്യൂ കാർഡ്. ക്യൂ കാർഡ് എന്ന് വെച്ചാൽ ഒരു ടോപ്പിക്കാണ്. ആ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് നമ്മൾ കണ്ടിന്യൂസ് ആയി 1 to 2 minutes സംസാരിക്കുക എന്നുള്ളതാണ് പാർട്ട് 2 വരുന്നത്. എക്സാമ്പിൾ, ഒരു മെയിൻ ടൈറ്റിൽ ഉണ്ടാവും. ആ ടൈറ്റിലിന് 4 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ സബ് ക്വസ്റ്റ്യന് ബേസ്ഡ് ആണ് നമ്മൾ ആൻസർ വേണ്ടത്. ഫോർ എക്സാമ്പിൾ, let's say talk about a gift that you have recently received. Which is the gift? When and from whom you received it? How beneficial that gift is for you? And explain how you felt when you received it. For example, cue card. Let's talk about an old person you like to spend time with. Cue card lo varam. Talk about an old person who you would like to spend time with. Who the person is? How are you related to the person? How do you generally spend time together? Explain why you like his or her company very much. For various sample theriyanaങ്കിൽ, talk about a building in your hometown which you like very much. Which is the building? Where is it located? How is it beneficial for the people of your hometown? Explain why you like this building. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ക്യൂ കാർഡായിട്ട് വരാറ്. അപ്പം നമ്മൾ ആ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നതാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ തേർഡ് സെക്ഷനിൽ വരുന്നത് ഡിസ്കഷനാണ്. അപ്പം ഡിസ്കഷനിൽ മെയിനായിട്ട് വരുന്നത് നമ്മുടെ ക്യൂ കാർഡ് എന്തായിരുന്നു, ആ ക്യൂ കാർഡിനെ ബേസ് ചെയ്ത് നമുക്ക് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ജനറലായിട്ട് ആ ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗിഫ്റ്റ് ആണ് ടോപ്പിക് എങ്കിൽ ഒരു ചോദിക്കാം, ഡു യു തിങ്ക് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ഗിവ് ഗിഫ്റ്റ്സ്? ആൻഡ് ഇസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ടു ഗിവ് എക്സ്പെൻസീവ് ഗിഫ്റ്റ്സ് ആൻഡ് വൈ ഓർ വൈ നോട്ട്? Do people in your country give and take gifts on special occasions, and why or why not? What do you think makes a person more happy, giving gifts or receiving gifts? ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ സെക്ഷൻ 3 അല്ലെങ്കിൽ പാർട്ട് 3യിൽ നമുക്ക് കിട്ടുക. ഇപ്പം ലെറ്റ്സ് സേ ഇറ്റ്സ് അബൌട്ട് എ ബിൽഡിംഗ്. ക്യൂ കാർഡ് ഒരു ബിൽഡിങ്ങിനെ കുറിച്ചാണെങ്കിൽ ചിലപ്പോൾ വരാം, well, do you think the old buildings in cities should be demolished? Why? പിന്നെ ഒരു ചോദിക്കാം, do you think that the old buildings hinder the developments of a hometown? Well, do you think that it is important to preserve the old buildings, and why? ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കഷൻ പാർട്ടിൽ വരും. സംടൈംസ് യു ജസ്റ്റ് ഗെറ്റ് 1 or 2 questions in the discussion. പക്ഷേ ചില സമയത്ത് അതൊരു 10-15 questions ആവും. So your total timing of speaking will be ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ്, 10 to 15 minutes ആവറേജ് നമുക്ക് കിട്ടാറുള്ളൂ സ്പീക്കിംഗ്. കിട്ടാറുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻ്റർവ്യൂവിൻ്റെ ഹോൾ ടൈം 10 to 15 minutes ആയിരിക്കും. സോ ഇറ്റ്സ് നോട്ട് വെരി ഡിഫിക്കൾട്ട്. നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഇപ്പം സ്പീക്കിങ്ങിന് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്പീക്കിംഗ് ക്യാൻ നോട്ട് ബി ഇംപ്രൂവ്ഡ് വിതൗട്ട് സ്പീക്കിംഗ്. എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു, എത്രത്തോളം യൂസ് ചെയ്യുന്നു, അത്രത്തോളം നമുക്ക് ഇംഗ്ലീഷിൻ്റെ ഫ്ലുവൻസി ഇംപ്രൂവ് ആവും. അത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇപ്പം ഇഫ് യു ടോക്ക് അബൌട്ട് IELTS സ്പീക്കിംഗ്, ഒരിക്കലും ഒരു IELTS സ്പീക്കിംഗ് റേഞ്ചിൽ നമുക്ക് ഡെയിലി ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നമുക്കൊരു 7 ബാൻഡിലേക്ക് ഇമ്മീഡിയറ്റ് ജമ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ നമ്മൾ ഓൾറെഡി ലാംഗ്വേജ് യൂസ് ചെയ്ത് ലാംഗ്വേജുമായിട്ട് ഒരു വിധം ഫ്ലുവൻസി, ആ ഫ്ലോ ഒന്ന് ഇംപ്രൂവ് ആക്കി എടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് IELTSൽ സ്പീക്കിംഗ് ക്ലിയർ ചെയ്യാൻ. അപ്പം ദാറ്റ്സ് അബൌട്ട് സ്പീക്കിംഗ്. ഇനി ഞാൻ നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് തരാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് അയച്ചു തരാം. അതിൽ പ്രാക്ടീസ് ചെയ്യുക, ആ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. അപ്പോൾ സ്പോക്കൺ പാർട്ട് ഇംപ്രൂവ് ചെയ്യാൻ നമ്മൾ എത്രത്തോളം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അത്രത്തോളം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക. മേ ബി ബിറ്റ്വീൻ യുവർ സെൽഫ്. ഇപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിൽ കോളേജിലൊക്കെ ഒരു 10-15 minutes ഒക്കെ മാറ്റി ജസ്റ്റ് ട്രൈ ടോക്കിംഗ് 15 minutes. ഇനി അടുത്ത 15 minutes നമ്മൾ ഇംഗ്ലീഷിൽ മാത്രമേ സംസാരിക്കുള്ളൂ. അങ്ങനെ ട്രൈ ചെയ്ത് അതൊരു
habit ആക്കി മാറ്റുക. So I think that will help you very much. Okay, so that's about speaking, and I'm going to send you the questions. Take care.